പോലീസിനെതിരെ കൊലവിളി പ്രസംഗവുമായി SFI തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കയറി SFI പ്രവർത്തകരെ നേരിട്ട പോലീസുകാർക്കാണ് ഭീഷണി. SFI ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വീട്ടിൽ കയറി ആക്രമിക്കുമെന്നാണ് SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ബിപിൻ പ്രസംഗിച്ചത്. പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരും വിലാസവും പറഞ്ഞായിരുന്നു കൊലവിളി. ഇവിടുത്തെ പോലീസുകാരോടും ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോ കഴിഞ്ഞ ദിവസമാണല്ലോ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഭരണം നഷ്ടപ്പെട്ട്, ആ ഭരണം നഷ്ടപ്പെട്ട് മണിക്കൂറുകൾ കഴിയുമ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് കോമ്പൗണ്ടിൽ കയറി SFIയുടെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ തല്ലിയിട്ടുള്ള പോലീസുകാരുണ്ട്. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഞങ്ങൾ ഇതിനു മുമ്പിൽ നിൽക്കണം എന്നുള്ളതാണ് തീരുമാനിച്ചത്. ഞങ്ങളുടെ സമരം അതിനകത്തേക്ക് കയറ്റണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. അങ്ങനെ തീരുമാനിച്ചിട്ടാണ് വന്നത് എങ്കിൽ ഈ നിങ്ങൾ കെട്ടിയ ബാരിക്കേഡുകൾ നടുറോട്ടിൽ എങ്ങനെയാണോ കിടക്കുന്നത് അതേപോലെ തന്നെ പുറത്തുള്ള പോലീസുകാരും കിടക്കും, പുറകുവശത്തുള്ള പോലീസുകാരും കിടക്കും. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല. ഞങ്ങളെല്ലാം ഇതെല്ലാം ത്യാഗം ചെയ്യുന്നതിന് വേണ്ടി തന്നെ തീരുമാനിച്ചിട്ടുള്ള ആളുകളാണ്. ഞങ്ങളെ കാണുമ്പോ, SFIക്കാരെ കാണുമ്പോ രാത്രി കൊണ്ട് തല്ലണം എന്ന് തീരുമാനിച്ച കുറച്ച് പോലീസുകാരുണ്ട്. നിങ്ങളുടെയൊന്നും വീടുകൾ അമ്പിളിമാമന്റെ അരികത്തല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഞങ്ങളുടെ ശരീരം നോവുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശരീരവും നോവും. ഞങ്ങളുടെ ചോര വരുന്നത് പോലെ തന്നെ നിങ്ങളുടെ ചോരയും വരും. യൂണിഫോം ഇട്ട പോലീസുകാരെ തല്ലിയാലാണ് പോലീസിനെ തല്ലി എന്നുള്ള കേസെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അതല്ലെങ്കിൽ പോലീസിനെ തല്ലി എന്ന കേസെടുക്കാനും പറ്റില്ല എന്നുള്ളത് പോലീസ് മനസ്സിലാക്കിക്കോ. ഞങ്ങളെ തല്ലിയവരെ കുറിച്ചൊക്കെ ഞങ്ങൾക്ക് നല്ല നിശ്ചയദാർഢ്യമുണ്ട്. ഒരുത്തന്റെ പേര് മനീഷ്, അവന്റെ വീട് കമ്പ. മറ്റൊരുത്തന്റെ പേര് അജീഷ്, അവന്റെ വീട് പുതുപ്പരിയാരം. മറ്റൊരുത്തന്റെ പേര് സുനില്, അവന്റെ വീട് കുത്തനൂര്. മറ്റൊരുത്തൻ ഇവിടുത്തെ SI രഞ്ജിത്ത്. എല്ലാവരെയും ഞങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടിയതൊന്നും തിരിച്ചു കൊടുക്കാത്ത ചരിത്രം ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല എന്ന് മനസ്സിലാക്കിക്കോ. മാർക്സ് പറഞ്ഞിട്ടുള്ള ഒരു വാചകം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഞങ്ങൾക്കൊരു അനുകമ്പയുമില്ല, നിങ്ങളുടെ അനുകമ്പ ഞങ്ങൾ ചോദിക്കുന്നതുമില്ല. പക്ഷേ ഞങ്ങൾ അടിക്കാൻ വേണ്ടി തുടങ്ങിയാൽ ഞങ്ങളുടെ ഭീകരതയ്ക്ക് ഒരതിരുമുണ്ടാവില്ല എന്ന് പോലീസുകാർക്ക് മനസ്സിലാക്കി കൂടി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു സമരം ഏറ്റെടുത്തത്. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, UDFന്റെ വിജയാഘോഷ റാലിക്കിടെ ഉണ്ടായ ഇടതുപക്ഷത്തിൻ്റെ പ്രതിഷേധം, അതിനിടെ ഉണ്ടായ കല്ലേറ്, പിന്നീടാണ് വലിയ രീതിയിൽ അത് സംഘർഷത്തിലേക്ക് നീങ്ങിയത്. പോലീസ് ഉദ്യോഗസ്ഥർ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് എത്തി SFI പ്രവർത്തകരടക്കം ക്രൂരമായി മർദ്ദിക്കുന്നു. പിന്നീട് CPMും പോലീസും തമ്മിൽ നേർക്കുനേർ വരെയും അല്ലെങ്കിൽ മുഖാമുഖം നേരിടുന്നൊരു സാഹചര്യം വരുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരുടെ പേര് പറഞ്ഞുകൊണ്ടാണ് SFI നേതാവ് കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. അവരുടെ പേര്, അവരുടെ വീട് എവിടെയാണെന്ന് ഞങ്ങൾക്കറിയാം, തിരിച്ചടി നൽകുമെന്ന് പറയുന്നു. എന്താണ് ഈ രീതിയിലുള്ളൊരു പ്രകോപനത്തിലേക്ക് നയിച്ചത്? അന്നത്തെ ആ പ്രശ്നം ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. SFI കൂടുതൽ പ്രകോപിതരാകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും ടോം, ഈ ഇലക്ഷൻ റിസൾട്ട് വന്ന ദിവസം പിഷാരടി റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് റോഡ് ഷോ CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിന് മുന്നിലെത്തുമ്പോഴാണ് CPM പിഷാരടിക്ക് നേരെ കല്ലെറിഞ്ഞു എന്നും അതുപോലെ തന്നെ ലീഗ് പ്രവർത്തകരും UDF പ്രവർത്തകരും CPM ജില്ലാ കമ്മിറ്റിയിലേക്ക് സോഡ കുപ്പികൾ എറിയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ആ സമയത്താണ് പരസ്പരം രണ്ട് SFIയിലെയും UDFയിലെയും ആളുകൾ തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുമ്പോഴാണ് ഈ പോലീസുകാർ ഇടപെടുന്നതും. അതിനുശേഷം ഈ പറഞ്ഞ പോലീസുകാരെല്ലാം CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി SFI പ്രവർത്തകരെ മർദ്ദിക്കാനുണ്ടായിരുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മുതിർന്ന CPM നേതാവായ NM കൃഷ്ണദാസ് അതിൽ ഇടപെടുകയും അതുകൊണ്ട് മാത്രമാണ് ഈ പോലീസുകാർ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് കയറി വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിക്കാതിരുന്നത്. ഈ ഒറ്റ ഇടപെടൽ കൊണ്ടാണ്. അതിനുശേഷം അതിന് തുടർന്നുള്ള ദിവസങ്ങളിൽ CPM ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനവും നടത്തി. പ്രകടനത്തിൽ റോഡ് സൈഡിലുള്ള എല്ലാ കൊടിതോരണങ്ങളും UDFന്റെയും കോൺഗ്രസിന്റെയും എല്ലാ കൊടിതോരണങ്ങളും ബാനറുകളും എല്ലാം തല്ലിത്താർക്കുകയുണ്ടായി. ഇന്ന് നടന്നത് എന്താണെന്ന് വെച്ചാൽ നീറ്റ് പരീക്ഷയെ ക്രമക്കേട് ആരോപിച്ച്
ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI മാർച്ചാണ് നടത്തിയിരിക്കുന്നത്. SFI മാർച്ചിൽ പരക്കെ അക്രമം ഉണ്ടായി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ബാരിക്കേഡ് കെട്ടിയ ബാരിക്കേഡിനെ എല്ലാം പൊളിച്ച് തകർത്ത് അത് നടുറോട്ടിലിട്ടു. അതിനുശേഷമാണ് SFIയുടെ നേതാവ് വിപിൻ ഇങ്ങനെ പ്രസംഗിക്കുന്നത്. അതായത് ഇവർ ഈ തല്ലിയ പോലീസുകാരുടെ വീടെല്ലാം ശൂന്യാകാശത്തിൽ, അതായത് ചന്ദ്രന്റെ അടുത്തല്ല, ഇന്ന് ഭൂമിയിൽ തന്നെയാണ്. ഇവരുടെ എല്ലാ വീടുകളും നമുക്കറിയാം. അത് പ്രത്യേകിച്ചിട്ട് ഈ മൂന്ന് പേരുടെ വീടുകളും എവിടെയാണെന്നറിയും. അത് പോലീസിന്റെ യൂണിഫോമിൽ ഇട്ടിട്ട് അവരെ ആക്രമിച്ചാലേ പോലീസുകാരനെ തല്ലി എന്നൊരു ഇത് വരുള്ളൂ. അതല്ലാതെ പോലീസ് യൂണിഫോം അഴിച്ചു വെച്ചിട്ട് അവരെ ആക്രമിക്കാൻ തങ്ങൾക്ക് ഒരു മടിയുമില്ല. ഇനി ഇതുപോലെ തന്നെ അക്രമം ഞങ്ങൾ ഒരിക്കലും മറക്കുകയുമില്ല എന്നാണ് ഇന്ന് നടന്ന കൊലവിളി പ്രസംഗത്തിൽ ഉണ്ടായത്. ടോം, തീർച്ചയായും ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ സംഭവം, ഈ കൊലവിളി പ്രസംഗം. അതായത് നമുക്ക് സമീപത്ത് ചില പോലീസുകാർ നിൽക്കുന്നതായി കാണാൻ കഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇങ്ങനെയൊരു കൊലവിളി പ്രസംഗം അതും പോലീസുകാർക്കെതിരെ ഉണ്ടാകുമ്പോൾ അവർക്കെതിരെ ഏതെങ്കിലും ഇതിലുള്ളൊരു നടപടി സ്വീകരിക്കുമോ പ്രജിത്ത്? പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്ന അത് നമുക്ക് അറിഞ്ഞില്ല. പക്ഷെ 10-100 പോലീസുകാർ ഉണ്ടായിരുന്നു. അവരെ നോക്കിയിട്ടാണ് ഈ ആക്രോശം ഉണ്ടായിരിക്കുന്നത്. അത് സ്ഥിരമായിട്ട് എല്ലാ ജാഥകളിലും ഇങ്ങനെ പ്രസംഗം ഉണ്ടാകുന്നത്. പക്ഷെ ഇത് കുറച്ച് അതിര് കടന്ന പ്രസംഗമായി. അപ്പൊ തന്നെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇതിങ്ങനെ ഒരു കൊലവിളി പ്രസംഗം ആണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഒരു ദയാദാക്ഷിണ്യം ഇനി പോലീസുകാർ പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഭരണം പോയി എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സമരങ്ങൾ പൂർവ്വ ശക്തിയിലേക്ക് ഇനി വരും. അതുമായി തന്നെ പോലീസിനെ ശക്തമായി നേരിടും എന്ന് തന്നെയാണ് ഇന്ന് ഈ പാലക്കാട് പ്രസംഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ടോം, യെസ്, എന്തായാലും വരും ദിവസങ്ങളിലും SFIയുടെ മാർച്ച് പ്രതീക്ഷിക്കാമല്ലേ? പോലീസിനെതിരെ ഒരു നേർക്കുനേർ വരുന്നൊരു സാഹചര്യമുണ്ട്, പോലീസിനെതിരെ കൊലവിളി മുഴക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈയൊരു സംഘർഷാവസ്ഥ തുടർന്നും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? SFIയുടെ തീരുമാനം എന്താണ്? അവർ പോലീസിനെതിരെ കൂടുതൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുകയാണോ? ടോം, ഈ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചതിന് ശേഷം പിറ്റേ ദിവസം വൈകുന്നേരം തന്നെ ഈ ഒരു പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. അതിലും പോലീസുകാർക്ക് നേരെ രൂക്ഷ വിമർശനം ഉണ്ടായിരുന്നില്ല, പക്ഷേ UDF പ്രവർത്തകർക്ക് നേരെയായിരുന്നു. അതുമാത്രമല്ല, കല്ലെറിയുന്ന ദൃശ്യങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നു. UDFന്റെ ഭാഗത്തുനിന്ന് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കല്ലെറിയുന്നതും അതുപോലെ തന്നെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് സോഡ ബോട്ടിലുകൾ പുറത്തേക്ക് എറിയുന്നതിന്റെയും ദൃശ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ആ സോഡ ബോട്ടിൽ എറിയുന്ന അതിൽ ഒരു പോലീസുകാരന്റെ തലയിൽ പരിക്ക് പറ്റുകയും അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സമരവുമായി നീറ്റ് പരീക്ഷ ക്രമക്കേട് എന്ന അതിന്റെ സമരവുമായി ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിലാണ് ഇങ്ങനത്തെ ഒരു കൊലവിളി പ്രസംഗം ഉണ്ടായത്. ടോം, യെസ്, വ്യക്തമാണ്. പ്രജിത്ത് കോങ്ങാടാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും SFI പ്രവർത്തകർ പോലീസിന് നേരെ കൂടുതൽ പ്രകോപനം സൃഷ്ടിക്കുകയാണ്. SFIയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് പോലീസുകാർക്ക് നേരെ കൊലവിളി പ്രസംഗം നടത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.